നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കെ.സിയെ കെടിവെച്ച് വീഴ്ത്തിയ സന്തോഷത്തിലാണ് മലയാളികൾ. എന്നാൽ മറുവശത്ത് മന്ത്രിസഭ ഇപ്പോൾ വലിയ കീറാപുട്ടിയായി. ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയെത്തിയ രമേശ് ചെന്നിത്തലയെ കാണാൻ വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഇറങ്ങി. എന്നാൽ വീട്ടിലെത്തിയ ചെന്നിത്തല സതീശൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കി. വി.ഡി. സതീശനെ സംബന്ധിച്ച് ഭരണം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ ഒപ്പം നിർത്തണം. മുറിവേറ്റ സിംഹമാണ് കെ.സി. വേണുഗോപാൽ. ഡൽഹിയിൽ ഇപ്പോഴും അജയ്യൻ. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന് മേൽ കനത്ത സമ്മർദ്ദം കെ.സി. ചെലുത്തുമെന്ന് വി.ഡിക്കറിയാം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അനുനയത്തിൽ ഒപ്പം നിർത്തുക എളുപ്പമാണ് എന്നും സതീശൻ കണക്കുകൂട്ടുന്നു. മുഖ്യമന്ത്രി സ്ഥാനം വി.ഡിക്ക് നൽകാൻ പോകുന്നു എന്ന് ഇന്നലെ രമേശ് ചെന്നിത്തലയെ വിളിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല രാഹുലിന് മുന്നിൽ വിതുമ്പി. 2021 അന്ന് എം.എൽ.എമാരുടെ ഭൂരിപക്ഷം തനിക്കായിരുന്നു. എന്നിട്ടും പ്രതിപക്ഷ സ്ഥാനം തനിക്ക് നൽകിയില്ല. അന്ന് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ നിയോഗിക്കുമ്പോൾ 2026 മുഖ്യമന്ത്രി പദത്തിലേക്ക് കൺസിഡർ ചെയ്യുമെന്നായിരുന്നു വാക്ക്. ഇക്കുറി ആ വാക്ക് പാലിക്കപ്പെടണമെന്ന് രമേശ് ചെന്നിത്തല വിതുമ്പിക്കൊണ്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചാണ് രമേശ് ചെന്നിത്തലയെ രാഹുൽ ഗാന്ധി വിളിച്ചത്. അതുകൊണ്ട് മറിച്ചൊരാലോചന ഇനി അസാധ്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മുസ്ലിം ലീഗ് കട്ടയ്ക്ക് നിൽക്കുന്നു. അക്കാരണത്താൽ വി.ഡി. സതീശനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത്. ഘടകകക്ഷികൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കട്ടയ്ക്ക് നിന്നു. അങ്ങനെ വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം വീട് കിട്ടി. മറുവശത്ത് വി.ഡി. സതീശനുള്ളിൽ മറ്റൊരു ഭയമുണ്ട്. മുസ്ലിം ലീഗും ന്യൂനപക്ഷ സമുദായങ്ങളുമൊക്കെ സമ്മർദ്ദം ചെലുത്തിയാണ് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചത്. ഇക്കാര്യം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം എങ്ങനെയെടുക്കും എന്ന ഭീതി വി.ഡി. സതീശൻ്റെ മനസ്സിലുണ്ട്. ഇവിടെയാണ് രമേശ് ചെന്നിത്തല പിണങ്ങി നിന്നാൽ അത് വലിയ അപകടമുണ്ടാക്കുമെന്ന് വി.ഡി. സതീശൻ തിരിച്ചറിയുന്നതും. ഗുരുവായൂർ ദർശനത്തിന് ശേഷം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ചെന്നിത്തലയെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. കണ്ണെ കരളെ ചെന്നിത്തലെ ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ തുടങ്ങിയ മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ ചെന്നിത്തലയെ സ്വീകരിച്ചു. മുഖ്യമന്ത്രി പോര് നടക്കുമ്പോൾ ഒരിക്കൽ പോലും തെരുവുകളിലേക്ക് കടന്നു ചെന്ന് അണികളെ അഭിസംബോധന ചെയ്തിരുന്നില്ല ചെന്നിത്തല. തൻ്റെ അണികളെ തെരുവിലേക്ക് ഇറക്കുകയും ചെയ്തിരുന്നില്ല. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂരിൽ തൊഴാൻ പോകാറുണ്ടെന്നും ആ നിലയ്ക്കാണ് വെള്ളിയാഴ്ച ദർശനം നടത്തിയതെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. പുതിയ മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും മറ്റുമുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും പ്രതികരിച്ചില്ല രാവിലെ ചെന്നിത്തല. പിന്നീട് വീട്ടിലെത്തി അധിക സമയം കഴിയുന്നതിന് മുൻപ് സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞ് ചെന്നിത്തല വീട്ടിൽ നിന്നിറങ്ങി. ചെന്നിത്തലയെ കാണാൻ വി.ഡി. സതീശൻ പുറപ്പെടുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ചെന്നിത്തല വീട്ടിൽ നിന്നിറങ്ങിയത്. അതിനു മുൻപ് ചെന്നിത്തലയെ സതീശൻ ഫോണിൽ വിളിച്ച് താൻ കാണാൻ വീട്ടിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞിരുന്നു. വി.ഡി. സതീശനെ പുതിയ ദൗത്യത്തിലേക്ക് നിയോഗിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നേരത്തെ ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. സതീശന് തന്റെ എല്ലാവിധ ആശംസകളും പൂർണ്ണ പിന്തുണയും ഉണ്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ ഒഴിവ് വരുന്ന കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കിനെ നിയോഗിക്കണമെന്ന് ഇതിനിടയിൽ ചെന്നിത്തല ആവശ്യപ്പെട്ടു. എം.പിമാരും എം.എൽ.എമാരുമൊക്കെ പാർട്ട് ടൈമായി ഇനി കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ട എന്ന പൊതുനിലപാടിനെ തുടർന്നായിരുന്നു ചെന്നിത്തല ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ചെന്നിത്തലയുടെ ഈ ആവശ്യം ഒരുപക്ഷെ അംഗീകരിക്കപ്പെടുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കെ.പി.സി.സി. അധ്യക്ഷ പദവിയിലേക്ക് ബെന്നി ബെഹനാനെയോ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരാൻ കെ.സി. വേണുഗോപാൽ ലക്ഷ്യമിടുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ഘടകകക്ഷികൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് സ്വാധീനമുറപ്പിച്ച മുഖ്യമന്ത്രിയാണ് നിലവിൽ ഭരിക്കാനെത്തുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ഷാഫി പറമ്പിലിനെ വീണ്ടും കെ.പി.സി.സി. അധ്യക്ഷനാക്കിയാൽ അത് വലിയ തോതിൽ ഭൂരിപക്ഷ വികാരമുണർത്തും എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. ബെന്നി ബെഹനാന് മറ്റു ഗ്രൂപ്പുകളുടെ പൂർണ്ണ പിന്തുണയില്ല. കെ.സി. വേണുഗോപാലിന് അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ.പി.സി.സി. പ്രസിഡന്റിനെ കെട്ടിയിറക്കാനും കഴിയില്ല. തനിക്ക് താല്പര്യമുള്ളവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ് ഇപ്പോൾ കെ.സിയുടെ ലക്ഷ്യം. ഇതിനായി കെ.സി. ഇന്ന് കേരളത്തിലെത്തുന്നു. തനിക്കൊപ്പമുള്ള 8 പേരെ മന്ത്രിസഭയിൽ എടുക്കണമെന്ന് ശക്തമായി വാദിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും ഇരുന്ന ചോദ്യം ഏറെ സീനിയറായ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്നതിനെ സംബന്ധിച്ച്. ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചാൽ ആഭ്യന്തര വകുപ്പ് നൽകേണ്ടി വരും എന്നുറപ്പാണ്. എന്നാൽ മറുവശത്ത് കെ.സി. വേണുഗോപാൽ തനിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണം എന്ന കടുംവാശിയിലാണ്. അദ്ദേഹത്തിനൊപ്പമുള്ള എം.എൽ.എമാർക്ക് പരമാവധി നല്ല വകുപ്പുകൾ വാങ്ങി നൽകാൻ മത്സരിക്കുകയാണിപ്പോൾ കെ.സി.
രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്ന വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ പാഞ്ഞു. എന്നാൽ ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം അധികം സംസാരിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളോട് പോലും മനസ്സ് തുറന്നില്ല. എന്താണ് രമേശ് ചെന്നിത്തല പദ്ധതിയിടുന്നത് എന്ന സംശയം കോൺഗ്രസിൽ ശക്തമാകുന്നു. മുഖ്യമന്ത്രി പദവിയിൽ നിന്നും തന്നെ തഴഞ്ഞതിൽ വലിയ വിഷമമുണ്ട് ചെന്നിത്തലയ്ക്ക്. എന്നാൽ അതിൻ്റെ പേരിൽ രാജിവെക്കില്ല എന്ന സൂചന വീട്ടിലെത്തിയപ്പോൾ ചെന്നിത്തല തൻ്റെ അനുയായികൾക്ക് നൽകി. മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാട് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിൽ ചേരണമെങ്കിൽ കടുത്ത നിബന്ധനകൾ ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കും. രാഹുൽ ഗാന്ധി വിളിച്ചതിന് പിന്നാലെ രാജിവെക്കും എന്ന് ചെന്നിത്തല പറഞ്ഞതായുള്ള മാധ്യമ വാർത്തകൾ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നിഷേധിച്ചു. ഇനിയും അവഗണന സഹിക്കാനാവില്ല എന്നാണ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. മുതിർന്ന നേതാവെന്ന പരിഗണന നൽകി ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുകയാണ് ഉചിതം എന്ന് രാഹുൽ ഗാന്ധി ഇതിനിടെ സൂചിപ്പിച്ചു. എന്നാൽ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ ഇപ്പോഴും സതീശൻ ചില തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ല എങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ള 3 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ചെന്നിത്തല മുന്നോട്ട് വയ്ക്കും. ഇവിടെയാണ് വലിയ വെല്ലുവിളി ഇപ്പോൾ സതീശന് മുന്നിൽ. KC വേണുഗോപാൽ തനിക്കൊപ്പമുള്ള 8 പേരെ മന്ത്രിയാക്കണമെന്ന് വാശി പിടിക്കുന്നു. ചെന്നിത്തലയ്ക്കൊപ്പമുള്ള 3 പേരെ കൂടി മന്ത്രിയാക്കിയാൽ VD സതീശൻ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ മന്ത്രിസഭയിലെത്താൻ കഴിയൂ. ക്യാബിനറ്റ് ചേരുമ്പോഴും VD സതീശൻ ഏറെ ദുർബലനായിരിക്കുമെന്ന് വ്യക്തം. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പാർട്ടിക്കൊപ്പം നിന്ന് തന്നെ അവഗണിച്ചു എന്ന തോന്നൽ ചെന്നിത്തലയിൽ ശക്തമാണ്. ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ. ആഭ്യന്തരം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തം. മറുവശത്ത് VD സതീശനും കടുത്ത സമ്മർദ്ദത്തിലാണ്. ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമെങ്കിൽ ആഭ്യന്തരം നൽകി ഒപ്പം നിർത്തുകയാണ് ബുദ്ധി എന്ന് സതീശനറിയാം. ചെന്നിത്തല തൻ്റെ സീനിയർ നേതാവാണെന്നും ചെന്നിത്തലയെ കാണാൻ വീട്ടിലേക്ക് താൻ ചെല്ലുമെന്നും ഇന്ന് രാവിലെ സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകാൻ നിന്നാൽ VD സതീശന് മറ്റു മാർഗങ്ങളില്ല. ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്കില്ല എങ്കിൽ KC വേണുഗോപാൽ പക്ഷം ആഭ്യന്തര വകുപ്പിന് വേണ്ടി കടുംപിടുത്തം തുടരും. ഇന്ന് രാവിലെ ചെന്നിത്തല വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ജോസഫ് വാഴയ്ക്കനും അൻവർ സാദത്തും അദ്ദേഹത്തെ അനുഗമിച്ചു. എല്ലാ കാലത്തും ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന നേതാവാണ് ജോസഫ് വാഴയ്ക്കൻ. എന്നാൽ ഇക്കുറി ജോസഫ് വാഴയ്ക്കന് സീറ്റ് വാങ്ങിയെടുക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല. അവസാന നിമിഷം KC വേണുഗോപാൽ ജോസഫ് വാഴയ്ക്കൻ്റെ പേര് ബോധപൂർവം പെട്ടിമാറ്റുകയായിരുന്നുവെന്നാണ് വാസ്തവം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ കടുത്ത അസംതൃപ്തിയിലാണ് KC വേണുഗോപാൽ. ഡൽഹിയിൽ KC പൊട്ടിത്തെറിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. KCക്കെതിരെ ആസൂത്രിത നീക്കം നടന്നത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. KCയെ വലിയ ജനകീയ വിരുദ്ധനായി കേരളത്തിൽ അവതരിപ്പിച്ചു. പല കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ വ്യക്തിഹത്യ നടന്നു എന്ന വിശ്വാസമാണ് KCക്ക്. ഇന്ന് കേരളത്തിലെത്തുമ്പോൾ കടുത്ത അതൃപ്തി അദ്ദേഹം പുലർത്തുമെന്ന് വ്യക്തം. സതീശന് അനുകൂലമായിരുന്നു തീരുമാനമെങ്കിൽ എന്തിന് ഈ പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോയി എന്ന ചോദ്യമാണ് KC ക്യാമ്പിന്. KCയെ വ്യക്തിഹത്യ ചെയ്യാനായിരുന്നു ഈ നീക്കങ്ങൾ എന്നതാണ് KC ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനവും വകുപ്പുകളും തീരുമാനിക്കാൻ UDF നേതൃയോഗം ഇന്ന് വൈകിട്ട് ചേരും. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്നവർ വാശി പിടിക്കുന്നു. വ്യവസായം, വിദ്യാഭ്യാസം, തദ്ദേശം, പൊതുമരാമത്ത് ഉൾപ്പെടെ മുൻപ് കൈകാര്യം ചെയ്ത എല്ലാ പ്രധാന വകുപ്പുകളും തങ്ങൾക്ക് വേണം എന്ന ഉഗ്രവാശിയിലാണ് ലീഗ്. മറുവശത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പൊതുമരാമത്ത് ആഗ്രഹിക്കുന്നു. കേരള കോൺഗ്രസിനെ ജലവകുപ്പ് നൽകി തൃപ്തിപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. തൊഴിൽ വേണ്ട എന്ന് ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. തനിക്ക് നല്ല വകുപ്പ് വേണം, ടൂറിസം എന്തായാലും വേണം, ഒപ്പം മറ്റൊരു പ്രമുഖ വകുപ്പും. ഘടകകക്ഷികളുടെ സമ്മർദ്ദം അത്രമേൽ ഭയക്കുന്നില്ല VD സതീശൻ. എന്നാൽ ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന വലിയ ടാസ്ക്കാണ് അദ്ദേഹത്തിന് മുന്നിൽ. സാക്ഷാൽ KC വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്തെത്തി കൂടുതൽ സമ്മർദ്ദം VD സതീശന് മേൽ ചെലുത്തിയാൽ അത് മന്ത്രിസഭ രൂപീകരണം വീണ്ടും കീറാമുട്ടിയാക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.